കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായിട്ടും ഞങ്ങൾക്ക് ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൺസീവായി, പക്ഷേ അതോടൻ തന്നെ അബോർഷനായി പോയി. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടമായി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി. അപ്പം അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെയുണ്ട്. അച്ഛൻ ഇവൾക്കൊരു കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, നീ കിടക്കുമ്പോൾ നിൻ്റെ ബെഡിൻ്റെ അടിയിൽ വെക്കുക. അങ്ങനെ ഇവൾ കഴിഞ്ഞ 2024 ഏപ്രിലിൽ നാട്ടിൽ വന്നു. അങ്ങനെയാണ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതെല്ലാം. അങ്ങനെ തിരിച്ചു വന്നു. ഓഗസ്റ്റിൽ ഇവൾ വീണ്ടും കൺസീവായി. അങ്ങനെ ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടൊക്കെ എല്ലാം മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ 4-ാം മാസം തൊട്ട് ഫുൾ വൊമിറ്റിങ്ങും ആയിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ 2-3 വീക്സ് അവിടെ അഡ്മിറ്റഡാണ്. IV മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ഫുഡ് കഴിക്കത്തില്ല. ഉമിനീര് ഇറക്കിയാൽ പോലും തിരിച്ച് വൊമിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ സ്കാനിങ്ങിന് ഞങ്ങൾ പോകുമ്പം മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. കാശുരൂപം എപ്പോഴും ഇവളുടെ ശരീരത്തോട് ചേർന്നുണ്ടാവും. സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ എല്ലാം ഡോക്ടർ പറയുന്നത് കൊച്ചിന് ഗ്രോത്ത് ഇല്ല, കൊച്ചിന് ഹെഡിന് സർക്കംഫറൻസ് ഇല്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഡോക്ടർമാർ തന്നെ പറഞ്ഞു കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാം. പക്ഷേ അച്ഛൻ ഇവളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നീ ഒന്നും പേടിക്കേണ്ട, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്, നിനക്കൊരു കുഞ്ഞിനെ തരും. അങ്ങനെ മെയ് മാസത്തിൽ തന്നെ 24 മെയ് മാസത്തിൽ തന്നെ മാതാവിൻ്റെ മാസത്തിൽ തന്നെ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു.